ഉപ്പുതറയിലെ വീട്ടമ്മയുടെ കൊലപാതക ശേഷം ജീവനൊടുക്കിയ ഭർത്താവ് സുബിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ മക്കൾ എത്തിയില്ല. അമ്മയെ കൊലപ്പെടുത്തിയ അച്ഛന്റെ മൃതദേഹം കാണാൻ താല്പര്യമില്ലെന്ന് മക്കൾ പോലീസിനോട് പറഞ്ഞിരുന്നു. ഞായറാഴ്ച ഉച്ചയോടെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചേട്ടൻ സുഭാഷും അമ്മാവന്റെ 2 മക്കളും ചേർന്ന് സുബിന്റെ മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് കട്ടപ്പന നഗരസഭയുടെ 20 ഏക്കറിലെ ശാന്തിതീരം വൈദ്യുതി ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച മത്തായിപ്പാറ MC കവലയ്ക്ക് സമീപം കൊല ചെയ്യപ്പെട്ട മാലേക്കാവിൽ രജനിയുടെ ഭർത്താവാണ് സുബിൻ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സുബിനാണ് രജനിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സുബിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്ന സുബിൻ വ്യാഴാഴ്ച തിരിച്ചെത്തിയതായി പോലീസിന് വിവരം കിട്ടി. തുടർന്ന് നാട്ടുകാരുടെ സഹകരണത്തോടെ നടത്തിയ തിരച്ചിലിൽ ശനിയാഴ്ച 12ഓടെ മരത്തിൽ തൂങ്ങിയ നിലയിൽ സുബിന്റെ മൃതദേഹം പോലീസ് കണ്ടെത്തി. പോലീസ് പിടികൂടുമെന്ന് ഉറപ്പായതോടെ സുബിൻ ജീവനൊടുക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞതു മുതൽ സുബിനും രജനിയും തമ്മിൽ കലഹം പതിവായിരുന്നു. ഇവർക്ക് 3 മക്കളുമുണ്ട്. മൂത്ത മകൾ ചങ്ങനാശ്ശേരിയിൽ ബിരുദ വിദ്യാർത്ഥിയാണ്. രണ്ടാമത്തെ മകൻ ഉപ്പുതറയിൽ +2-നും ഇളയ മകൻ വളകോട്ടിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. രജനി കൊല്ലപ്പെട്ട ശേഷം കുട്ടികൾ ചീന്തലാർ ഇഞ്ചിമലയിലെ രജനിയുടെ വീട്ടിൽ മുത്തശ്ശിയുടെ സംരക്ഷണയിലാണ് കഴിയുന്നത്. സുബൻ ജീവനൊടുക്കിയ വിവരം കുട്ടികളെ ശനിയാഴ്ച തന്നെ പോലീസ് അറിയിച്ചിരുന്നു. എന്നാൽ കാണാനും മൃതദേഹം ഏറ്റുവാങ്ങാനും താല്പര്യമില്ലെന്ന് കുട്ടികൾ പോലീസിനോടും തുറന്നു പറഞ്ഞിരുന്നു. തുടർന്നാണ് മറ്റു ബന്ധുക്കളെ വിളിച്ചു വരുത്തിയത്. കട്ടപ്പന നഗരസഭയുടെ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. അനാഥരായ കുട്ടികളുടെ ഭാവി ഇനി സുമനസ്സുകളുടെ കൈകളിലാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.